അവീവസാണ് മക്കളെ. ഇന്നതാ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, കുറച്ച് ആനിമൽസിനെയും അവരുടെ യങ് വൺസിനെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മളോട് വൂൾഫ് തന്നിട്ടുണ്ട്, പിഗ് ഉണ്ട്, എലഫൻ്റ് ഉണ്ട്, കൗ ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്. സോ ഇവരുടെയൊക്കെ യങ് വൺസിനെ എന്താണ് പറയുന്നതെന്ന് ദാ ഈ സൈഡിൽ തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. വൂൾഫിൻ്റെ യങ് വണ്ണിനെ നമ്മൾ എന്താ വിളിക്കുക? ലാമ്പ് എന്നാണോ, പപ്പി എന്നാണോ, കാഫ് എന്നാണോ, കിറ്റൺ എന്നാണോ, പിഗ്ലെറ്റ് എന്നാണോ, കബ് എന്നാണോ? നമുക്കറിയാം വൂൾഫിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കബ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ പിഗിൻ്റെ യങ് വണ്ണിനെ, ഓക്കെ, പന്നിക്കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? പിഗ്ലെറ്റ്, PIGLET, പിഗ്ലെറ്റ് എന്നാണ് വിളിക്കുക. എലഫൻറ്റിൻ്റെ യങ് വൺ, എലഫൻറ്റിൻ്റെ ആണ് കുട്ടി എന്നുണ്ടെങ്കിൽ, ആനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയും എന്ത് വിളിക്കാം? കാഫ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി കൗ ആണെന്നുണ്ടെങ്കിലോ, നമ്മൾ ടാവ് എന്നൊക്കെ പറയല്ലേ, കൗവിൻ്റെ യങ് വണ്ണിനെ നമ്മൾ എന്താ വിളിക്കുക? കാഫ് എന്നാണ് വിളിക്കുക. ഇനി ഷീപ്പ് ആണെന്നുണ്ടെങ്കിലോ, ആട്ടിൻകുട്ടി ചെമ്മരി ആടാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ യങ് വണ്ണിനെ നമ്മൾ LAMB, ലാമ്പ് എന്ന് വിളിക്കും. ഇനി നമുക്കറിയാം ക്യാറ്റ് അല്ലേ, നമുക്ക് സ്ഥിരം അറിയുന്നതാണ്. ക്യാറ്റിൻ്റെ യങ് വണ്ണിനെ, പൂച്ചക്കുട്ടിയെ നമ്മൾ എന്താണ് വിളിക്കുക? കിറ്റൺ എന്നാണ് വിളിക്കുക. KITTEN, കിറ്റൺ എന്നാണ് വിളിക്കുക. ഇനി ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഡോഗിൻ്റെ യങ് വണ്ണിനെ നമ്മൾ എന്താ വിളിക്കുക? പപ്പി എന്ന് വിളിക്കും കേട്ടോ. PUPPY, പപ്പി എന്ന് വിളിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിൻ്റെയും യങ് വണ്ണിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും കൂടെ ചെയ്യാനുണ്ട്. പ്ലൂറൽ ഫോംസ്, അതായത് ഒന്നിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഒരു മിഠായി ആണെങ്കിൽ നമ്മൾ മിഠായി എന്ന് പറയുക അല്ലേ. ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിഠായികൾ എന്നല്ലേ പറയുക. ഇവിടെ വൂൾഫ് ഒന്നാണെന്നുണ്ടെങ്കിൽ വൂൾഫ് എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? വൂൾസ് എന്നാണ് വിളിക്കുക അല്ലേ. ഇനി ബേബി, ഓക്കെ, കുഞ്ഞുമക്കൾ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബേബി എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ബേബീസ് എന്ന് വിളിക്കും അല്ലേ. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? അരുവി എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രീം ഒന്നിൽ കൂടുതൽ അരുവികളുണ്ടെങ്കിൽ STREAMS, സ്ട്രീംസ് എന്ന് വിളിക്കും. ഓക്കെ, വൂൾസിൻ്റെ WOLVES, വൂൾസ് എന്നാണ് നമ്മൾ സ്പെൽ ചെയ്യുക. ബേബി ആണെന്നുണ്ടെങ്കിലോ BABIES, ബേബീസ് എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. സ്ട്രീം അരുവി ആണെന്നുണ്ടെങ്കിൽ സ്ട്രീംസ് എന്നാണ് നമ്മൾ പറയുക. വാട്ടർഫോൾ, വെള്ളച്ചാട്ടം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ വെള്ളച്ചാട്ടം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പ്ലൂറൽ ഫോമിൽ വാട്ടർഫോൾസ് എന്ന് പറയാം. സ്നേക്ക്, ഒരു പാമ്പേ ഉള്ളെങ്കിൽ നമ്മൾ സ്നേക്ക് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ പാമ്പുകളുണ്ടെങ്കിൽ സ്നേക്സ് എന്ന് പറയും. SNAKES, സ്നേക്സ് എന്ന് പറയും. മാൻ, മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ മാൻ എന്ന് പറയും. ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മെൻ എന്ന് പറയും. അപ്പോൾ സിംഗിൾ ഫോമും പ്ലൂറൽ ഫോമും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.